ഹായ്, എല്ലാവർക്കും സൈലന്റ് BSCയുടെ യൂട്യൂബ് കറണ്ട് അഫയർ സെക്ഷനിലോട്ട് സ്വാഗതം. നമ്മളിന്ന് കറണ്ട് അഫയറിൽ പ്രധാനമായിട്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. നമുക്കറിയാം 4 പ്രധാനപ്പെട്ട ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ ഉണ്ട് എന്നുള്ളതറിയാം. ഇത് 4 കഴിഞ്ഞായിരുന്നു. 2024 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ എന്ത് ചെയ്തു കഴിഞ്ഞായിരുന്നു. അപ്പൊ ഈ 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിൽ ആരൊക്കെയാണ് വിജയി, അവയുമായി അവർ ഏതൊക്കെ രാജ്യങ്ങളാണ്, ഇതെല്ലാം BSCയുടെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം. നമുക്കറിയാം ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിൽ ആദ്യം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ചോദിക്കുകയാണെങ്കിൽ അത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണെന്ന് അറിയാം അല്ലെ. ആദ്യം നടക്കുന്നത് നമുക്കറിയാം ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിൽ ആദ്യം നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്നത് 1905 മുതലാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്നത് 1905 മുതലാണ്. 1905 മുതലാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്നത്. ഓക്കെ, 1987 വരെയും ഈ ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുന്നത് ഹാർഡ് കോർട്ടിലാണ് നടന്നിരുന്നത്. കോർട്ട് ചോദിക്കുകയാണെങ്കിൽ ഹാർഡ് കോർട്ടിലായിരുന്നു നടന്നിരുന്നത് 1987 വരെ. ഓക്കെ, ഇപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് നടക്കുന്നത് ഏത് കോർട്ടിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രാസ് കോർട്ടിലാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് നടക്കുന്നത് ഗ്രാസ് കോർട്ടിലാണ്. നമുക്ക് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം വിജയി ആരെന്ന് നോക്കാം. അപ്പൊ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം വിജയി ചോദിക്കുകയാണെങ്കിൽ യാനിക് സിന്നർ ആണ്. വ്യക്തിയുടെ പേര് യാനിക് സിന്നർ ആണ്. അദ്ദേഹം ഏത് രാജ്യമെന്ന് ഒരുപക്ഷെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഇറ്റാലിയൻ സ്വദേശിയാണ്. യാനിക് സിന്നർ ഏത് രാജ്യമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് രാജ്യമാണ്? ഇറ്റാലിയൻ സ്വദേശിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ആദ്യ ശ്രമത്തിൽ തന്നെ ഗ്രാൻഡ് സ്ലാം നേടുന്ന വ്യക്തി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് യാനിക് സിന്നർ ആണ്. ആദ്യ ശ്രമത്തിൽ തന്നെ ഗ്രാൻഡ് സ്ലാം നേടുന്ന വ്യക്തി ചോദിക്കുകയാണെങ്കിൽ യാനിക് സിന്നർ ആണ്. യാനിക് സിന്നർ ഫൈനലിൽ റഷ്യൻ താരമായിരിക്കുന്ന ഡാനിയൽ മെദ്വദേവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസിൽ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് വിജയിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? യാനിക് സിന്നർ. രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഇറ്റാലിയൻ സ്വദേശിയാണ്. ഓർത്ത് വെച്ചേക്കുക. ഇനി 2024 വനിതാ വിഭാഗം ഓസ്ട്രേലിയൻ ഓപ്പൺ സിംഗിൾസിൽ വിജയിച്ചതാരെന്നാണ്? വനിതാ വിഭാഗം വിജയിച്ചതാരെന്ന് ചോദിക്കുകയാണെങ്കിൽ അരിന സബലങ്കയാണ്. അരിന സബലങ്ക ഏത് രാജ്യമെന്ന് ചോദിക്കുകയാണെങ്കിൽ ബെലാറസ് സ്വദേശിയാണ്. അരിന സബലങ്ക ബെലാറസ് സ്വദേശിയാണ്. ഫൈനലിൽ ചൈനീസ് താരമായിട്ടുള്ള ഷെങ് കിൻവെന്നിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അരിന സബലങ്ക എന്ത് ചെയ്യുന്നത്? 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിൽ വിജയിക്കുന്നത്. അപ്പൊ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് വിജയി ചോദിക്കുകയാണെങ്കിൽ യാനിക് സിന്നർ ആണ്. രാജ്യം നമുക്കറിയാം ഇറ്റാലിയൻ സ്വദേശിയാണ്. ഒരുപക്ഷെ നമ്മളോട് ചോദിക്കുക ആദ്യ ശ്രമത്തിൽ തന്നെ ഗ്രാൻഡ് സ്ലാം നേടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് യാനിക് സിന്നർ. വനിതാ വിഭാഗം സിംഗിൾസിൽ വിജയി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അരിന സബലങ്കയാണ്. അരിന സബലങ്ക ഏത് രാജ്യമെന്ന് ചോദിക്കുകയാണെങ്കിൽ ബെലാറസ് സ്വദേശിയാണ്. ഫൈനലിൽ അരിന സബലങ്ക ചൈനീസ് സ്വദേശിയായിട്ടുള്ള ഷെങ് കിൻവിനെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഇന്ത്യക്കാരെ സംബന്ധിച്ചും നമുക്ക് ഈ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ഡബിൾസിൽ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട് അല്ലെ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ ഒരു ഇന്ത്യക്കാരൻ പങ്കെടുത്ത് വിജയിച്ചു എന്നുള്ളതാണ് നമുക്ക് മറ്റൊരു സത്യമല്ലേ, മറ്റൊരു സത്യം. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ ഒന്ന് രോഹൻ ബൊപ്പണ്ണ, മറ്റൊന്ന് മാത്യു എബ്ഡൺ. പുരുഷ ഡബിൾസിൽ വിജയിച്ച ഒരു ഇന്ത്യക്കാരനുണ്ട്, രോഹൻ ബൊപ്പണ്ണ. അദ്ദേഹത്തിനോടൊപ്പം കളിച്ച സഹതാരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? മാത്യു എബ്ഡൺ ആണ് അല്ലെ. അപ്പൊ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ഡബിൾസിൽ വിജയികൾ ആരൊക്കെയാണ് പറഞ്ഞ്? രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡണുമാണ്. രോഹൻ ബൊപ്പണ്ണ നമുക്കറിയാം ഇന്ത്യക്കാരനാണ്, കർണാടക സ്വദേശിയാണ്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, അദ്ദേഹത്തിനോടൊപ്പം കളിച്ച സഹതാരം ഏത് രാജ്യക്കാരൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് രാജ്യക്കാരനാണ്? അദ്ദേഹം ഓസ്ട്രേലിയക്കാരനാണ് അല്ലെ. ഓസ്ട്രേലിയൻ ഓപ്പൺ അല്ലേ നമുക്ക് നടന്നിരിക്കുന്നത്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണയ്ക്കൊപ്പം കളിച്ച സഹതാരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്യു എബ്ഡൺ ആണ്. ഈ രോഹൻ ബൊപ്പണ്ണയ്ക്ക് ഈ പുരുഷ ഡബിൾസ് കിട്ടിയപ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട്. പുരുഷ ഡബിൾസ് വിജയിക്കുന്നു ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് രോഹൻ ബൊപ്പണ്ണയാണ്. നമ്മൾ ഈ രോഹൻ ബൊപ്പണ്ണ പുരുഷ ഡബിൾസ് കളിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ട്വീറ്റൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ, ഇത്രയും ഏജിൽ പോയിട്ട് ഇനി ടെന്നീസ് കളിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. AGSI നമ്പർ എന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് രോഹൻ ബൊപ്പണ്ണ. രോഹൻ ബൊപ്പണ്ണ ഇന്ത്യക്കാരനാണ്, കർണാടക സ്വദേശിയാണ് രാജ്യം.
2024 പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചൊരു വ്യക്തിയും കൂടിയാണ് രോഹൻ ബൊപ്പണ്ണ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനാണ് പുരുഷ ഡബിൾസിൽ അദ്ദേഹത്തിന്റെ ഒപ്പം കളിച്ച സാധാരണ ആരാണ്? മാത്യു എബ്ഡൺ ആണ്. ഓർത്തു വെച്ചേക്കുക. രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അദ്ദേഹം ഓസ്ട്രേലിയക്കാരാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഇവർ ആരെ പരാജയപ്പെടുത്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റാലിയൻ കായിക താരങ്ങളായിട്ടുള്ള ആൻഡ്രിയ വവസോറിയും സിമോൺ ബൊല്ലലിയെയും പരാജയപ്പെടുത്തുകയാണ്. ആൻഡ്രിയ വവസോറിയും സിമോൺ ബൊല്ലലിയെയും പരാജയപ്പെടുത്തിക്കൊണ്ട് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ വിജയിച്ചത് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡണുമാണ്. സിംഗിൾസിൽ പുരുഷ സിംഗിൾസ് യാനിക് സിന്നറാണ്. രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇറ്റാലിയൻ സ്വദേശിയാണ്. വനിത ആരാണ് വിജയിച്ചു? വനിതാ സിംഗിൾസിൽ ആരാണ് വിജയിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അരീന സബലങ്കയാണ്. രാജ്യം ഏതാണ്? ബെലാറസ് സ്വദേശിയാണ്. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളിൽ രണ്ടാമത് നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് 1891 മുതലാണ് ഇത് എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത് 1891 മുതലാണ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് നടക്കുന്നത് കളിമൺ കോർട്ടിലാണ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് നടക്കുന്നത് കളിമൺ കോർട്ടിലാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം വിജയി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ കാർലോസ് അൽക്കാരസ് ആണ്. പുരുഷ വിഭാഗം വിജയി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. ദെൻ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കാർലോസ് അൽക്കാരസ് ആണ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് കാർലോസ് അൽക്കാരസും. എന്നാൽ ആദ്യ ശ്രമത്തിൽ തന്നെ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അത് യാനിക് സിന്നറാണ്. രണ്ടും മാറിപ്പോകരുത്. അപ്പൊ 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം കാർലോസ് അൽക്കാരസ് ആണ്. കാർലോസ് അൽക്കാരസ് ഏത് രാജ്യക്കാരെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പെയിൻ സ്വദേശിയാണ്. ജർമ്മനിക്കാരനായിട്ടുള്ള അലക്സാണ്ടർ സുരേവിനെ തോൽപ്പിച്ചുകൊണ്ടാണ് 2024 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ആര് നേടുന്നു? കാർലോസ് അൽക്കാരസ് നേടുന്നു. വനിതാ വിഭാഗം വിജയി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇഗാ സിയാടെക് ആണ്. ഇഗാ സിയാടെക് ഏത് രാജ്യമെന്ന് ചോദിക്കുകയാണെങ്കിൽ പോളണ്ട് സ്വദേശിയാണ്. ഇഗാ സിയാടെക് വനിതാ വിഭാഗം സിംഗിൾസിൽ ഇഗാ സിയാടെക് ആണ്. ഇഗാ സിയാടെക് ഇറ്റാലിയൻ സ്വദേശിയായിട്ടുള്ള ജാസ്മിൻ പൗളിനിയെ തോൽപ്പിച്ചുകൊണ്ടാണ് വനിതാ വിഭാഗം സിംഗിൾസ് വിജയിക്കുന്നത്. അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയെന്ന് ചിന്തിക്കുക. ഒരു കാര്യം പറയാം, ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയെന്ന് വിചാരിക്കുക അല്ലെ. നമുക്ക് അറിയാം ഫ്രഞ്ച് ഓപ്പൺ കളിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഫ്രഞ്ച് ഓപ്പൺ അല്ലെങ്കിൽ ഫ്രാൻസിൽ പോവാൻ താല്പര്യമുള്ളവരായിട്ടായിരിക്കും നമ്മൾ കൂടുതൽ പേരുണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ ഫ്രഞ്ച് ഓപ്പൺ ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഫ്രാൻസിൽ കളിക്കാൻ പോകുന്ന നമ്മൾ കാറിൽ പോയി എന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ കാർലോസ് അൽക്കാരസ് ആണ്. കാർലോസ് അൽക്കാരസ് ഏത് രാജ്യമെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പെയിൻ ആണ്. പക്ഷേ ഏതാണ് അദ്ദേഹത്തിന് കിട്ടിയത്? ഫ്രഞ്ച് ഓപ്പൺ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇഗാ സിയാടെക് അല്ലെ. ഇഗാ സിയാടെക് നമ്മളൊരു മലയാളം മൂവിയിൽ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം പറയരുത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇല്ല എങ്കിൽ തലയുടെ ബന്ധം ഒരു സിനിമയിലാണെന്ന് തോന്നുന്നു അല്ലെ. മാമുക്കോയ ഇന്നസെന്റിനോട് പറയുന്നു അല്ലെ. മാമുക്കോയ ഇന്നസെന്റിനോട് ശ്രീനിവാസനോട് പറയുന്നതാണ്, നമ്മൾ ഈ പോളിടെക്നിക്ക് പഠിക്കാത്തത് കൊണ്ട് നമുക്ക് ഈ എഞ്ചിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞുകൂടാ അല്ലെ. പോളി എന്ന് എഴുതി കഴിഞ്ഞാൽ പോളണ്ടിന്റെ പോളി, ടെക്നിക്ക് ടെക്, ഇഗാസിയാടെക് ഏത് രാജ്യമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പോളണ്ടാണ്. അത് ഓർത്തിരിക്കാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇഗാസിയാടെക് ടെക്നിക്ക്, പോളണ്ട്, പോളി. നമ്മൾ ഈ പോളിടെക്നിക്ക് പഠിക്കാത്തത് കൊണ്ട് നമുക്ക് എഞ്ചിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞുകൂടാ എന്നൊരു കമന്റ് ഒക്കെ നമ്മൾ സിനിമയിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ 2024 ആർക്ക് കിട്ടിയിരിക്കുകയാണ്? കാർലോസ് അൽക്കാരസിന് കിട്ടി. കാർലോസ് അൽക്കാരസ് ഏത് രാജ്യമെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പെയിൻ സ്വദേശിയാണ്. വനിതാ വിഭാഗം സിംഗിൾസിൽ ആർക്ക് കിട്ടി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആർക്ക് കിട്ടിയാണ്? ഇഗാ സിയാടെക് ആണ്. ഇഗാ സിയാടെക് ഏത് രാജ്യമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇഗാ സിയാടെക് പോളണ്ട് സ്വദേശിയാണ്. ഓർത്തിരിക്കുക. ഇതെല്ലാം ഇനി വരുന്ന നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിന് ഒരുപക്ഷെ എന്ത് ചെയ്യാം, നമ്മളുടെ ഇവരുടെ രാജ്യങ്ങളായിരിക്കും ചോദിക്കുക. അങ്ങനെയാണ് PSCയുടെ ഡിഗ്രി ലെവൽ എക്സാമിന് ഇവരുടെ രാജ്യങ്ങളും കാര്യങ്ങളെല്ലാം ചോദിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൈലം PSC ഡിഗ്രി ലെവലുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് ആരംഭിച്ചു എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ എക്സാം ആണ്. നല്ലൊരു ഗ്ലാമർ പോസ്റ്റ് ആണ്.
നിങ്ങൾ LD എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. LD എല്ലാം വർക്ക് ചെയ്ത് നിങ്ങൾ ഏകദേശം നല്ലൊരു റാങ്കിൽ ഇപ്പം നിൽപ്പുണ്ടായിരിക്കും. പിന്നെ നമ്മൾ വിചാരിക്കും തൽക്കാലം നമുക്ക് ഈ റാങ്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് മെല്ലെ ഒന്ന് ചവിട്ടി നിൽക്കും. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങളൊന്നും ഒരല്പക്കൂടി ഒന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ഇത്തിരി കൂടി നല്ലൊരു ഗ്ലാമർ പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് പ്രവേശിക്കാം. സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന അല്ലേ ഭരണ തലസ്ഥാനം. സോ അവിടെ നമുക്കൊരു സെക്രട്ടേറിയറ്റിൽ ഒരു കസേര നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ച് നമ്മൾ ഇനി വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആകാം. അതിന് വേണ്ടിയിട്ട് സൈലം BSc ഉണ്ട്. നമ്മുടെ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുകയാണ് അല്ലെ. പ്രിലിംസും മെയിൻസും ഒപ്പം സ്പെഷ്യൽ ടോപ്പിക്കും ഉൾപ്പെടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സിലബസ് കവർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സിൽ പോകുന്നത്. അപ്പൊ എത്രയും വേഗം എന്ത് ചെയ്യുക, നിങ്ങൾ എത്രയും വേഗം ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത നമ്മുടെ മൂന്നാമത്തെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിലോട്ട് പ്രവേശിക്കുകയാണ് അല്ലേ. ഏറ്റവും പഴക്കം ചെന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് എന്നറിയപ്പെടുന്നതാണ് വിംബിൾട്ടൺ. 1877 മുതലാണ് വിംബിൾട്ടൺ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് അല്ലെ. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് 1877 മുതലാണ് ആരംഭിക്കുന്നത്. ഇത് ഏത് കോർട്ടിൽ എന്ന് ചോദിക്കണമെങ്കിൽ ഗ്രാസ് കോർട്ടിൽ തന്നെയാണ് ഇത് നടക്കുന്നത്. ഗ്രാസ് കോർട്ടിലാണ് വിംബിൾട്ടൺ നടക്കുന്നത്. 2024 വിംബിൾട്ടൺ പുരുഷ വിഭാഗം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിലും അതും കാർലോസ് അൽക്കാരസിനാണ്. 2024 പുരുഷ വിഭാഗം വിംബിൾട്ടൺസ് കിരീടം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് ലഭിച്ചു? കാർലോസ് അൽക്കാരസിന് ലഭിക്കുകയാണ്. നമ്മുടെ സെർബിയൻ സ്വദേശിയായിട്ടുള്ള നവാക് ജോക്കോവിച്ചിനെ തോൽപ്പിച്ചുകൊണ്ടാണ് കാർലോസ് അൽക്കാരസ് 2024 പുരുഷ വിഭാഗം വിംബിൾട്ടൺ വിജയിച്ചിരിക്കുന്നത്. വനിതാ വിഭാഗം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ബാർബോറ ക്രജിക്കോവയാണ്. ബാർബോറ ക്രജിക്കോവ ചെക്ക് റിപ്പബ്ലിക്കൻ സ്വദേശിയായിട്ടുള്ള ബാർബോറ ക്രജിക്കോവയ്ക്കാണ് വനിതാ വിഭാഗം കിട്ടിയിരിക്കുന്നത്. ബാർബോറ ക്രജിക്കോവയാണ്. രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചെക്ക് റിപ്പബ്ലിക്കാണ്. ഫൈനലിൽ ഇറ്റാലിയൻ സ്വദേശിയായിട്ടുള്ള ജാസ്മിൻ പൗളിനിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ബാർബോറ ക്രജിക്കോവ 2024 വിംബിൾട്ടൺ വനിതാ വിഭാഗം വിജയിച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണേ. ടൂർണമെന്റിന്റെ പേര് വിംബിൾട്ടൺ അല്ലേ, 10 വിംബിൾട്ടൺ. നാട്ടുപ്രദേശത്തൊരു ചെറിയൊരു സംസ്ഥാനങ്ങൾ അല്ലെ വൈകുന്നേരം ആക്കുമ്പോൾ ഒരു 10 അടിച്ചാലോ എന്നൊരു തോന്നലുണ്ടായിരിക്കും. പഠിക്കാൻ വേണ്ടിയിട്ടാണ് 10 അടിച്ചാലോ എന്നൊരു തോന്നലുണ്ട്. ഓക്കെ ശരി, 10 അടിക്കാൻ നമ്മൾ ബാർ ചൂസ് ചെയ്യുകയാണെന്ന് ചിന്തിക്കുക. ബാർ ചൂസ് ചെയ്യുകയാണ്. ബാറിൽ പോകാൻ നമ്മൾ കാർ എടുക്കുകയാണ്. 10 അടിക്കണം, ബാറിൽ പോകണം. ബാറിൽ പോകാനായിട്ട് കാർ എടുക്കുന്നു. ബാറിൽ പോയി 10 അടിച്ചു അല്ലെ. പൈസ നമ്മൾ കൊടുത്തിരിക്കുന്നത് ചെക്കാണ് കൊടുത്തു എന്ന് ചിന്തിക്കുക. ചെക്ക്, ക്യാഷ് ആയിട്ടല്ല, ചെക്കായിട്ട് കൊടുത്തു. ഇനി നോക്കി 10 എന്നുള്ളത് വിംബിൾട്ടൺ എന്ന് ഓർത്തിരിക്കുക. ബാറ് എന്നുള്ളത് ബാർബോറ ക്രജിക്കോവ. കാറ് എന്നുള്ളത് കാർലോസ് അൽക്കാരസ്. എന്ത് കൊടുത്തു? ചെക്ക് കൊടുത്തു. ബാറിൽ ചെക്ക് കൊടുത്തു. ബാർബോറ ക്രജിക്കോവ ഏത് രാജ്യമാണ്? ചെക്ക് റിപ്പബ്ലിക്കൻ സ്വദേശിയാണ് ബാർബോറ ക്രജിക്കോവ. പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 2024 വിംബിൾട്ടണും 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗവും ഒരു വ്യക്തിക്കാണ് ലഭിച്ചിരിക്കുന്നത്, കാർലോസ് അൽക്കാരസ്. അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ലഭിച്ചിരിക്കുന്നത് ഇഗാ സ്വിയാടെക്കിനാണ്. ഒന്ന് ഓർത്തിരിക്കുക, ഇഗാ സ്വിയാടെക്കിനാണ് ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ലഭിച്ചത്. ഇഗാ സ്വിയാടെക്ക്. അപ്പൊ നമ്മൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ആയി, ഫ്രഞ്ച് ഓപ്പൺ ആയി, വിംബിൾട്ടൺ ആയി. ഇനിതാ നമ്മൾ പോകുന്നു US ഓപ്പണിലോട്ടാണ്. കാര്യം ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിലെ ഏറ്റവും അവസാനം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ചോദിക്കുകയാണെങ്കിൽ US ഓപ്പൺ ആണ്. US ഓപ്പൺ ആണ് ഏറ്റവും സമ്മാന തുകയുള്ള ഗ്രാൻഡ് സ്ലാം കിരീടം ചോദിച്ചു കഴിഞ്ഞാൽ അത് US ഓപ്പൺ ആണ്. 1881 മുതലാണ് US ഓപ്പൺ ആരംഭിക്കുന്നു. US ഓപ്പൺ നടക്കുന്നത് അത് ഹാർഡ് കോർട്ടിലാണ്. US ഓപ്പൺ നടക്കുന്നത് ഹാർഡ് കോർട്ടിലാണ്. 2024 US ഓപ്പൺ പുരുഷ വിഭാഗം വിജയി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് യാനിക് സിന്നർ ആണ്. യാനിക് സിന്നർ അമേരിക്കൻ സ്വദേശിയായിട്ടുള്ള ടൈലർ ഫ്രിറ്റ്സിയെ തോൽപ്പിച്ചുകൊണ്ടാണ് പുരുഷ വിഭാഗം വിജയി. യാനിക് സിന്നർ ആണ്. വനിതാ വിഭാഗം വിജയി ചോദിക്കുകയാണെങ്കിൽ അരിന സബലങ്കയാണ്. അരിന സബലങ്കയെ നമ്മൾ പഠിച്ചു, ബെലാറസ് സ്വദേശിയാണ്. ബെലാറസ് സ്വദേശിയാണ് അരിന സബലങ്ക. ആരെ തോൽപ്പിക്കുകയാണ്? ജെസിക്ക പെഗുല. US സ്വദേശിയായിട്ടുള്ള ജെസിക്ക പെഗുലയെ തോൽപ്പിച്ചുകൊണ്ടാണ് 2024
US ഓപ്പൺ വനിതാ വിഭാഗം അരീന സബലെങ്കിക്ക് ലഭിച്ചിരിക്കുന്നു. 2024 US ഓപ്പൺ പുരുഷ വിഭാഗം വിജയി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ യാനിക് സിന്നറാണ്. രാജ്യം നമ്മൾ പഠിച്ചു, ഇറ്റാലിയൻ സ്വദേശിയാണ്. വനിതാ വിഭാഗം വിജയി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അരീന സബലെങ്കി. രാജ്യം നമ്മൾ പഠിച്ചു, ബെലാറസ് സ്വദേശിയാണ്. അല്ലെ? ഈ 4 കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ. ഈ 4 കാര്യങ്ങൾ അല്ലെ, 4 കാര്യങ്ങൾ നമ്മൾ ഇതാന്ന് പഠിച്ചു. ഒന്ന് നോക്കിക്കൊള്ളേ. അത് നമ്മൾ ആദ്യം പഠിച്ചത് ഓസ്ട്രേലിയൻ ഓപ്പൺ അല്ലേ? ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഇതാ നോക്കിക്കും, രണ്ടായിട്ടൊരു ടേബിൾ ഉണ്ടാക്കുന്നു. ഓസ്ട്രേലിയൻ ഓപ്പണിന് ശേഷം നമ്മൾ ഫ്രഞ്ച് പോയി അല്ലേ, വിംബിൾട്ടൺ പോയായിരുന്നു. 10 എഴുതിയത് 10 ഓർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളത് നമ്മൾ US പോയായിരുന്നു അല്ലേ. ഒന്നിങ്ങനെ വരയ്ക്കുന്നതാണോ? ഓസ്ട്രേലിയയും US, ഫ്രഞ്ച്, വിംബിൾട്ടൺ. ഒന്ന് ഓർത്തിരുന്നത്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ഇല്ലേ നമുക്ക് കിട്ടിയില്ലേ? 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം വിജയി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാനിക് സിന്നർ അല്ലേ? അദ്ദേഹമല്ലേ US ഓപ്പൺ പുരുഷ വിഭാഗം? യാനിക് സിന്നർ അല്ലേ? യെസ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 വനിതാ വിഭാഗം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അരീന സബലെങ്കി അല്ലേ? ആ അരീന സബലെങ്കി അല്ലേ US ഓപ്പൺ. നമ്മൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ഇങ്ങനെ എഴുതുന്നു. അതിൽ ഓസ്ട്രേലിയ, US ഇത് രണ്ടും പുരുഷ വിഭാഗം ഒരാൾക്ക് തന്നെ, വനിതാ വിഭാഗം ഒരാൾക്ക് തന്നെ. കിട്ടൂലേ? അപ്പോൾ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം വിജയി ചോദിക്കുകയാണെങ്കിൽ യാനിക് സിന്നറും, വനിതാ വിഭാഗം വിജയി ചോദിക്കുകയാണെങ്കിൽ അരീന സബലെങ്കി. 2024 US ഓപ്പൺ പുരുഷ വിഭാഗം വിജയി ചോദിക്കുകയാണെങ്കിൽ യാനിക് സിന്നർ, വനിതാ വിഭാഗം വിജയി ചോദിക്കുകയാണെങ്കിൽ അരീന സബലെങ്കി കിട്ടും. ഫ്രഞ്ച് ഓപ്പൺ വിംബിൾട്ടൺ പുരുഷ വിഭാഗം ഒരു വ്യക്തിക്കല്ലേ? കാർലോസ് അൽക്കാരസ് അല്ലേ? കാർലോസ് അൽക്കാരസിനാണ് 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം കിട്ടിയതും 2024 വിംബിൾട്ടൺ പുരുഷ വിഭാഗം. ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗമായിരുന്നു ഇഗാ സിയാടെക്. ഒന്ന് കമന്റ് ഇട്ടേക്കണം, ഇഗാ സിയാടെക് ഏത് രാജ്യമെന്ന് കമന്റ് ഇട്ടേക്കണം. ഇഗാ സിയാടെക്. വിംബിൾട്ടൺ 10 വനിതാ വിഭാഗം 10 ബാർബോറ ക്രെജിക്കോവ അല്ലേ? ബാർബോറ ക്രെജിക്കോവ. സമയം കിട്ടുകയാണെങ്കിൽ ബാർബോറ ക്രെജിക്കോവ ഏത് രാജ്യം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ബാർബോറ ബാർ എന്ന് എഴുതിയാൽ മാത്രം മതി. ഇഗാ സിയാടെക് ടെക് എന്ന് എഴുതിയിട്ട് രാജ്യം എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യിക്കുക. ഇതിനകത്ത് നിന്ന് ഒരു മാർക്കിന് ചോദിച്ചാൽ നമ്മൾ എഴുതണം. രാജ്യം ചോദിക്കും, രാജ്യവും എഴുതണം. അപ്പൊ അറിയാം, ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ടെന്നീസ് ആണ്. ദെൻ 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളുണ്ട്. അപ്പൊ 2024 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിജയികളാണ് നമ്മൾ പഠിച്ചത്. സിമ്പിളായിട്ട് നമുക്ക് കിട്ടണം. അപ്പോ നന്നായിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യുക? ഒന്ന് റിവൈസ് ചെയ്യുക. പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണയ്ക്ക് കിട്ടുകയാണ്. ഇന്ത്യക്കാരനാണ് രോഹൻ ബൊപ്പണ്ണ. അദ്ദേഹത്തിനോടൊപ്പം കളിച്ച സഹതാരം ചോദിക്കുകയാണെങ്കിൽ മാത്യു എബ്ഡൻ ആണ്. അദ്ദേഹം ഓസ്ട്രേലിയക്കാരനാണ്, മാത്യു എബ്ഡൻ എന്ന് പറയുന്നത് അല്ലെ. ഗ്രാൻഡ് സ്ലാം കിരീടം ഡബിൾസ് നേടുന്നു രോഹൻ ബൊപ്പണ്ണ. പുരുഷ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തിയും കൂടിയാണ് ആര്? രോഹൻ ബൊപ്പണ്ണ എന്നറിയപ്പെടുന്ന വ്യക്തി. 2024 അദ്ദേഹത്തിന് രാജ്യം എന്ത് നൽകുകയാണ്? പത്മശ്രീ പുരസ്കാരം നൽകുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തേക്കൊന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.